വൈക്കം മഹാദേവ ക്ഷേത്ര ദർശനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ശ്രീകോവിലിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പുണ്യമായ തൃശൂലം. എന്താണ് ഈ തൃശൂലത്തിന്റെ പ്രത്യേകത? 1. ഐതിഹ്യ പശ്ചാത്തലം. ത്രേതായുഗത്തിൽ ഖരൻ എന്ന അസുരൻ ലോകത്തെ പീഡിപ്പിച്ചപ്പോൾ പരശുരാമൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ നൽകിയ ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് വൈക്കം. ആ ശിവലിംഗത്തിന്റെ ദിവ്യ ചൈതന്യം, ശക്തി, സംരക്ഷണ കവചമായി ഇന്നും നിലകൊള്ളുന്നത് ഈ തൃശൂലമാണെന്നാണ് വിശ്വാസം. പരശുരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതാണ് ഈ തൃശൂലമെന്നും പഴമക്കാർ പറയുന്നു. 2. സ്ഥാനവും ഘടനയും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് നേരെ മുന്നിലായി കിഴക്കോട്ട് ദർശനമായാണ് തൃശൂലം സ്ഥാപിച്ചിരിക്കുന്നത്. വലിപ്പലിപ്പത്തിലും പ്രൗഢിയിലും ഭക്തരുടെ ശ്രദ്ധ ആദ്യം പതിയുന്നത് ഇതിലേക്കാണ്. ശിവന്റെ 3 ഭാവങ്ങളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെയാണ് തൃശൂലത്തിന്റെ 3 മുനകൾ സൂചിപ്പിക്കുന്നത്. 3. ഭക്തരുടെ വിശ്വാസം. ശത്രുദോഷ പരിഹാരം. ജീവിതത്തിലെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം, കണ്ണേറ്, ദൃഷ്ടിദോഷം എന്നിവ മാറാൻ തൃശൂലത്തിൽ തൊട്ട് വൈക്കത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് അനുഭവസ്ഥരുടെ വിശ്വാസം. സംരക്ഷണം. കുടുംബത്തിനും സ്വത്തിനും വൈക്കത്തപ്പന്റെ സംരക്ഷണം ലഭിക്കാൻ ഭക്തർ ഇവിടെ നേർച്ചകൾ നേരുന്നു. പ്രാർത്ഥനാ രീതി. തൃശൂലത്തിന് മുന്നിൽ നിന്ന് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ച ശേഷം വലം വെച്ച് പോകുന്നതാണ് പതിവ്. ചുരുക്കത്തിൽ ഈ തൃശൂലം വെറും ലോഹനിർമ്മിതമായ ഒരായുധമല്ല, വൈക്കത്തപ്പന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന, ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ദിവ്യചിഹ്നമാണ്. വൈക്കം ദർശനത്തിന് വരുമ്പോൾ ഈ തൃശൂലത്തിന് മുന്നിൽ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഓം നമഃ ശിവായ.